ഹലോ ഗൈസ്, വെൽക്കം ടു ദ ഡേ 22 ഓഫ് ലൈഫ് അപ്ഡേറ്റ്സ്. ഇന്ന് എറണാകുളം പോകണം. രാവിലെ തന്നെ ചെറിയ ത്രോട്ട് ഇൻഫെക്ഷനും ചുമയൊക്കെ തുടങ്ങി. അതുകൊണ്ട് ചുമ വെള്ളം തിളപ്പിച്ച് കയ്യിലെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. ബസ്സിലിരുന്ന് വായിക്കാൻ വേണ്ടി ബുക്ക് എടുത്തു. പക്ഷെ വായിച്ച് 2 പേജ് കഴിഞ്ഞപ്പോൾ തന്നെ ബുക്ക് തീർന്നു. ബുക്ക് വായിച്ച് തീർന്നില്ലെന്നോർത്ത് സന്തോഷവും പെട്ടെന്ന് തീർന്നു പോയല്ലോന്നോർത്ത് ഡിസപ്പോയിൻമെന്റും. കുറേ പേജ് മിച്ചമുള്ളതുകൊണ്ടാണ് ബുക്ക് എടുത്തത്. പക്ഷെ അതൊക്കെ ഓദറിനെ പറ്റിയും പുള്ളിക്കാരൻ്റെ ബാക്കി ബുക്കിനെ പറ്റിയൊക്കെ ആയിരുന്നു. അങ്ങനെ പല ബസ് മാറി കയറി ഉച്ചയായപ്പോഴേക്കും വല്ലാർവാടെത്തി. അക്ഷയ അവിടെ നിൽക്കണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ലൈം സോഡയും കുടിച്ച് നേരെ വർക്ക് സൈറ്റിലേക്ക് പോയി. കണ്ടെയ്നർ ടെർമിനലിന്റെ കോമ്പൗണ്ട് വാളിലാണ് നമ്മുടെ ഇന്നത്തെ നാളത്തെ പണി. ഞാനെത്തതിന് മുന്നേ തന്നെ ആദർശേട്ടനും എല്ലാം വർക്ക് തുടങ്ങി. പിന്നെ വർക്കിംഗ് ഡ്രസ്സ് ഒക്കെ ഇട്ട് വന്നപ്പോൾ അവർ പറയാം നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാമെന്ന്. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെന്ന് ഞാനും എല്ലാവരും കൂടി അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. വിഭവസമൃദ്ധമായൊരു ഫുഡ് അടി. പ്രോട്ടീൻ കാലറികളും എല്ലാം ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയി. ഇത് മീൻമുട്ടയാണ്. ഇറ്റ് വാസ് നൈസ്. ഫുഡ് കഴിച്ചിട്ട് അക്ഷയ അഫ്സലിക്കാൻ വേറെ വഴിക്ക് പോയി. ഞങ്ങൾ അവിടെ നിന്ന് ബാക്ക് ടു വർക്ക് സൈറ്റ്. ഇവിടെ ഓൾറെഡിയുള്ള പെയിന്റിങ്സ് റൈറ്റിങ്സും റീപെയിന്റ് ചെയ്യുക എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. കുറച്ചു നേരം പെയിന്റ് അടിച്ചു, എന്നിട്ട് റെസ്റ്റ് എടുത്തു, വീണ്ടും പെയിന്റ് അടിച്ചു, എന്നിട്ട് വീണ്ടും റെസ്റ്റ് എടുത്തു. അപ്പോഴേക്കും ചായ കുടിക്കാൻ നേരായി. പിന്നെ ഞാനും ഡൂഡും കൂടെ പോയി കടി വാങ്ങി വന്നു. അങ്ങനെ അതും കഴിച്ചൊരു സൺസെറ്റും കണ്ട് നിൽക്കുമ്പോഴാണ് അക്ഷയ് അടുത്ത കടി വാങ്ങിച്ചിട്ട് വരുന്നത്. വാങ്ങിച്ചതല്ലേ, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് അതും കഴിച്ചു. വയറ് ഫുള്ളായി. പിന്നെ കുറച്ചുകൂടെ വർക്ക് ചെയ്ത് സന്ധ്യ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് പോകുന്ന വഴി അടുത്ത ഫുഡ് അടി. വളരെ കുറച്ച് മാത്രം അവിടെ നിന്ന് കഴിച്ച് ഒരു കോഫിയും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഫോൺ അപ്പോഴേക്കും ഡെഡായി. റൂമിലെത്തി ഫോണും ചാർജാക്കി കുളിച്ച് റെഡിയായി. ഞാനും ചാർജായി. വണ്ടി എടുത്ത് ഞാൻ ഇറങ്ങി. ഗോകേട്ടൻ വെയിറ്റിംഗ് ആണ്. അവനെ കണ്ടപ്പോൾ അവൻ പറയാം വാ ഫുഡ് കഴിക്കാൻ പോകാന്ന്. എന്റെ പൊന്നളി എന്റെ വയർ ഫുള്ളാണെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി. പിന്നെ അവൻ ഫുഡും പറഞ്ഞ് ഒരു കോഫിയും പറഞ്ഞ് വെയിറ്റിംഗ് തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കോഫി എത്തി. ഗ്ലാസിന്റെ വക്കിൽ പഞ്ചാര ഇരിക്കുന്നതുകൊണ്ട് പന്തികേട് തോന്നി. ഗോകേട്ടനെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ചു. അതിനുശേഷം ഫുഡും കഴിച്ച് ഒരു ഒറിജിനൽ വിത്തൗട്ട് കോഫിയും കുടിച്ച് ഗൂഗിൾ പേയും ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്തത് മറൈൻ ഡ്രൈവിലേക്ക്. അവിടെ കുറെ നേരം നടന്നും ഇരുന്നും തൂങ്ങിയും ഒക്കെ സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ക്യൂൻസ് വേ. അവിടെ തെക്കോടൊക്കെ നടന്നിട്ട് നോക്കുമ്പോൾ ദേ നിൽക്കുന്നു പൊതുശല്യം. അവൻ തരക്കേടില്ലാണ്ടൊക്കെ പാടുന്നുണ്ട്. അവന്റെ അപ്പുറത്ത് നിൽക്കുന്നവൻ കുറച്ചുകൂടെ നല്ലപോലെ പാടുന്നുണ്ട്. അതും കഴിഞ്ഞ് അവിടെ നടന്ന് ഒരു പുതിയ ബിസിനസ് ഐഡിയ അൺലോക്ക് ആക്കി 1 മണി കഴിഞ്ഞപ്പോൾ ഗോകേട്ടൻ ബൈ പറഞ്ഞു. ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ച് റൂമിലെത്തി ഒരു ബെഡ് തപ്പിയെടുത്ത് കിടന്നുറങ്ങി. ബാക്കി നാളെ. അപ്പോ ബൈ.